ഭാഷാചന്ദനത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളം HSA, HSST എക്സാമുകൾക്ക് പ്രയോജനപ്രദമാകുന്ന മറ്റൊരു ക്ലാസ്സാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. ആദ്യകാല സാഹിത്യ മാസികകൾ, അതാണ് ഇന്നത്തെ വിഷയം. നമുക്കറിയാം, പാർട്ട് ടൈം HSA വിളിച്ചിട്ടുണ്ട്, അതുപോലെ HSST അതിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എല്ലാവരും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്തരം പരീക്ഷകൾക്ക് എപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്, അതുപോലെ നെറ്റ് എക്സാമിനും പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്, സാഹിത്യ മാസികകൾ കാലക്രമം അനുസരിച്ച് ക്രമപ്പെടുത്തി എഴുതാനുള്ള ചോദ്യം. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഓരോ സാഹിത്യ മാസികകളും അതിൻ്റെ കൃത്യമായ ക്രമത്തിലും വർഷത്തിലും നമ്മൾ ഓർത്തിരുന്നാൽ മാത്രമേ ഈ ഒരു ചോദ്യത്തിന് മാർക്ക് നഷ്ടപ്പെടാതെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ആദ്യകാല സാഹിത്യ മാസികകൾ. ഞാനിപ്പോൾ സാഹിത്യ മാസികകളും അവയുടെ വർഷവും മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട വിശദമായ മറ്റ് പോയിൻറ്റ്സ് മറ്റൊരു ക്ലാസ്സിൽ പറയുന്നതാണ്. ആദ്യത്തെ സാഹിത്യ മാസിക, മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക എന്ന് പറയുന്നത് വിദ്യാവിലാസിനിയാണ്. 1881 പ്രസിദ്ധീകരിച്ച വിദ്യാവിലാസിനി. രണ്ടാമത്തെ മലയാള സാഹിത്യ മാസിക വിദ്യാവിനോദിനിയാണ്. മാറിപ്പോകരുത്, വിദ്യാവിലാസിനി, വിദ്യാവിനോദിനി. വിദ്യാവിലാസിനി 1881 വിദ്യാവിനോദിനി 1889. അത് കഴിഞ്ഞു വരുന്നത് ജനരഞ്ജിനി 1890. ഇത് ഇതേപോലെ എഴുതി വയ്ക്കാൻ ഓർക്കുക. ജനരഞ്ജിനി 1890, ഭാഷാപോഷിണി 1892. അപ്പോൾ ആദ്യത്തെ 1881 നിന്ന് 8 വർഷം കൂടിയതാണ് രണ്ടാമത്തെ മാസിക എന്നോർത്ത് വയ്ക്കുക. അതേപോലെ അതിൽ നിന്ന് ഒരക്കം മാത്രം കൂടിയതാണ് മൂന്നാമത്തെ മാസിക, അല്ലേ? അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. 1881, 1889, 1890, പിന്നെ ഉള്ളത് 92. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കോഡ് നമ്മൾ തന്നെ കണ്ടെത്തിയിട്ട് ഓർത്ത് വയ്ക്കുക. അതേപോലെ പഠിക്കുമ്പോൾ ഇനി മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ഇടയ്ക്കിടയ്ക്ക് വായിച്ച് നമുക്ക് സ്വയം നമ്മുടെ ഓർമ്മയൊന്ന് പരിശോധിച്ച് നോക്കുക. നമ്മൾ ജോലി ചെയ്യുന്നതിനിടയിലും നമുക്ക് കുറച്ച് ഉരുവിട്ട് തന്നെ പഠിക്കാൻ പറ്റും. അങ്ങനെ കൂടെ നോക്കുക. കാരണം ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. വിദ്യാവിലാസിനി, വിദ്യാവിനോദിനി, ജനരഞ്ജിനി, ഭാഷാപോഷിണി. അടുത്ത് അഞ്ചാമത് ഉള്ളത് കവനോദയമാണ്. കവനോദയം 1896. നേരത്തെ ഉള്ളതിൽ നിന്ന് 4 വർഷം കൂടുതൽ. കവനോദയം 1896. അതിനുശേഷം വരുന്നതാണ് രസികരഞ്ജിനി. രസികരഞ്ജിനി 1903. പിന്നീടുള്ളത് കവന കൗമുദി. കവന കൗമുദി 1904. മംഗളോദയം 1908. കവനോദയം, രസികരഞ്ജിനി, കവന കൗമുദി, മംഗളോദയം. ഇതിൽ വിദ്യാവിലാസിനി 1881 പ്രസിദ്ധീകരിച്ചത് വിശാഖം തിരുനാൾ മഹാരാജാവും കേരളവർമ്മയും കൂടി ചേർന്നിട്ടാണ്. കേരളോദയം അച്ചുകൂടത്തിലാണ് വിദ്യാവിലാസിനി അച്ചടിച്ചത്. ആദ്യകാല കഥകളിലൊന്നായ ഒരു കല്ലൻ പ്രസിദ്ധീകരിച്ചത് വിദ്യാവിലാസിനിയിലാണ്. ഇതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പോയിൻറ്റ്സ് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഓർത്ത് വയ്ക്കുക, വിദ്യാവിലാസിനി ആദ്യത്തെ സാഹിത്യ മാസിക. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത്, അത് ആരംഭിച്ചത് വിശാഖം തിരുനാൾ മഹാരാജാവും കേരളവർമ്മ വലിയ കോയി തമ്പുരാനുമാണ്. കേരളോദയം അച്ചുകൂടത്തിലാണത് അച്ചടിച്ചത്. ആദ്യകാല കഥകളിലൊന്നായ ഒരു കല്ലൻ എന്നത് പ്രസിദ്ധീകരിച്ചത് വിദ്യാവിലാസിനിയിലാണ്. ഇതേപോലെ ഓരോ മാസികകളുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അറിവുകൾ അടുത്ത ക്ലാസ്സിൽ നൽകുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ പോയിൻറ്റ്സ് എഴുതി വെച്ച് പഠിക്കാനായിട്ട് നോക്കുക. ഒരിക്കൽ കൂടി പറയുന്നു, വിദ്യാവിലാസിനി, വിദ്യാവിനോദിനി, ജനരഞ്ജിനി, ഭാഷാപോഷിണി, കവനോദയം, രസികരഞ്ജിനി, കവന കൗമുദി, മംഗളോദയം. ഇത്രയുമാണ്
ആദ്യകാല സാഹിത്യ മാസികകൾ. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.